ക്കുന്ന വാടക വിഷയവും ഓവർലോഡ് വിഷയവും അതുപോലുള്ള കാര്യങ്ങളും ഡീസൽ വിലവർധനവും ഈ കാര്യങ്ങളിലൊക്കെ ശക്തമായ എന്തെങ്കിലും നടപടികൾ നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ യോഗം കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അഷ്റഫ് ഖാൻ, തൊപ്പൂരി, അതുപോലെ എം ആർ റഷീദ് ഖാൻ, അതുപോലെ മൈമല ഖാൻ, മറ്റ് ജില്ലാ നേതാക്കളെ, സുഹൃത്തുക്കളെ, ലോറി ഓണർമാരെ, അതുപോലെ ഭാരത് ബെൻസിന്റെ പ്രതിനിധികളെ, നമ്മളിന്ന് ഇവിടെ കൂടിയത് കഴിഞ്ഞ ദിവസം കണ്ണൂർ വെച്ച് നമ്മളൊരു മീറ്റിംഗ് രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ മീറ്റിംഗ് ആണ്. നമ്മൾ ലോറികൾക്ക് അതല്ലെങ്കിൽ നമ്മൾ ഈ വ്യവസായത്തിന് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഒരു സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ കീഴിൽ നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ സർക്കാരിൽ നിന്നും പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും ഒരു കുടക്കീയിൽ നിന്നാൽ മാത്രമേ നമുക്കത് വിജയത്തിലെത്തിക്കാൻ കഴിയുള്ളൂ. നമ്മളെ പ്രശ്നം നമ്മൾ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഒന്നിച്ചു പോകില്ല. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി മിനിയാന്നൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിൽ ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞു നിങ്ങളൊന്നുമില്ല. അത് പറയാൻ കാരണം ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അതില് പങ്കെടുക്കാൻ വന്നതില് രണ്ട് പേർക്കാണ് ലോറി ഉള്ളത്. വേറെ ആർക്കും ലോറി ഒന്നുമില്ല. അവർക്ക് അതിന്റെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയില്ല. അപ്പൊ നമ്മള് അവരെ ബാക്കിൽ പോയിട്ടേ നമ്മളെ ഒരു കാര്യങ്ങളും സർക്കാർ തലത്തില് മുന്നേറാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മള് ഓരോ ജില്ലയിൽ നിന്നും ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് അത് സംസ്ഥാന കമ്മിറ്റി ആയി ചേർന്ന് അതിൽ ഉൾപ്പെടുത്തി അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക് നമുക്ക് ലയിക്കണം. ആൾറെഡി സിംറ്റയിൽ നമുക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ AMTCയിലും ആൾ ഇന്ത്യ തലത്തിൽ നമുക്ക് എന്ത് വിഷയം വന്നാലും ചർച്ച ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ആളുകളുണ്ട്. നമ്മളെ സംസ്ഥാനത്താണ് നമുക്ക് ഏറ്റവും വലിയ പരാജയം. ആ പരാജയം നമുക്ക് ശരിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് വന്ന എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞിട്ടായാലും ഇതിനെക്കുറിച്ച് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് അതൊരു രൂപത്തിലെത്തിക്കണം. ബാക്കി കഴിഞ്ഞ ദിവസം മന്ത്രിന്റെ അടുത്ത് ചർച്ചയിൽ വന്നപ്പോൾ ടാക്സ് കുറക്കാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ജിയോ മറ്റു കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മള് അത് ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓവർലോഡിനെതിരെ ശക്തമായ തീരുമാനം എടുക്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ പല ആളുകളെ വണ്ടിയിലും പല ഡ്രൈവർമാരും പോകുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഡ്രൈവറെ കിട്ടാതാവുമ്പോൾ നമ്മൾ പല വ്യക്തികളിൽ പല പരിചയമില്ലാത്ത ആരെങ്കിലും റെക്കമെൻഡിൽ പോലും കയറ്റുന്നവരെ മയക്കുമരുന്നുകളെല്ലാം ഉപയോഗിച്ചിട്ട് പല വണ്ടികളും പോലീസിന്റെ കസ്റ്റഡിയിലാലും പല ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പെടുന്നുണ്ട്. അപ്പം എല്ലാ വണ്ടി ഇപ്പം ചില ടൈമിലൊക്കെ കാറുകളൊക്കെ പോലീസ് ചെക്ക് ചെയ്യാറുണ്ട്. ഇനി ഇവിടുത്തെ അങ്ങോട്ട് നമ്മുടെ ലോറി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പോലും അതുപോലെ ചെക്ക് ചെയ്യണം എന്നുള്ള നിർദ്ദേശം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ടാക്സ് ക്വാർട്ടറിലാണ് ഇതുവരെ നമ്മൾ അടച്ചുകൊണ്ടുന്നത്. അതൊരു മാസം അടക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്തു തരുന്നതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ നല്ല സമീപനാണ് ഉണ്ടായത്.
അത് മുന്നോട്ട് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല, എല്ലാവർക്കും നന്ദി, നമസ്കാരം നിർത്തുന്നു.